അതെ, ഞങ്ങളിത് ക്രിസ്മസിന് ഉണ്ടാക്കിയ പുൽക്കൂടാണ്. അത് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാട്ടോ. അതുണ്ടാക്കിയത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കുറേ പാട് പറ്റി, 2-3 ദിവസത്തെ പണിയായിരുന്നു ഇതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഹലോ കുട്ടീസ്, അപ്പം നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾ അതിനു വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത പറമ്പിൽ നിന്ന് ഒരു പേരയൊക്കെ വെട്ടിക്കൊണ്ടെന്നാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ കട്ടറൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്, അളവ് എടുത്തിട്ടൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്ത് മുറിച്ചൊക്കെ ആയിട്ട് എടുക്കണേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ. ഞങ്ങൾ ഇതിനു മുമ്പ് പുൽക്കൂടൊന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചല്ല, എൻ്റെ വീട്ടിൽ വെക്കാറുണ്ട്, പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചല്ല. അപ്പോൾ ഞങ്ങൾ മാറിക്കഴിഞ്ഞ് ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ആഘോഷമാക്കിയേക്കാന്ന് ഓർത്ത്. അപ്പോൾ ഞങ്ങൾ തന്നെ ട്രീ ഒക്കെ ഉണ്ടാക്കാമെന്ന് ഓർത്ത്, ട്രീയും കൂടൊക്കെ. അപ്പോൾ അമ്മൂസിനും കണ്ണപ്പനൊക്കെ ഇതൊരു എക്സ്പീരിയൻസും ആവുമല്ലോ. ഞങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുക ചെയ്യാറ്. അപ്പം ഏട്ടനായാലും അതിന് വേണ്ടി എല്ലാ കോലും കറക്റ്റ് ചെയ്ത് അളർന്നൊക്കെ കണ്ടിച്ച് വെക്കുക കേട്ടോ. ഇതാണെങ്കിൽ ഇവിടെ ഇല്ലാഞ്ഞിട്ട് അടുത്ത് ഞങ്ങൾ വെട്ടിയെടുത്തതാണ് പേരമര. അവരോട് ചോദിച്ചിട്ട് അവർ വെട്ടിക്കോളാൻ പറഞ്ഞായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് ചെയ്തോണ്ടിരിക്കണേ. അപ്പം കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് നോക്കണം. അപ്പം ഏട്ടൻ അതൊക്കെ സെറ്റ് ചെയ്ത് നോക്കും. ഇതൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇനി വല്ല കട്ട് ചെയ്യാനുണ്ടാന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ പയ്യെ അവിടെ വെച്ച് നോക്കും. അപ്പോൾ പുറകിൽ കണ്ണപ്പം വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇത് പയ്യെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇനി അതിന് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കൂടി ചെയ്തിട്ട് വേണം ഇത് വെക്കാനുള്ളടത്തോട്ട് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുള്ളൂ. അപ്പം നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും ഏട്ടൻ. അപ്പോൾ പുൽക്കൂട് വെക്കണത് ഇവിടെ ആയിട്ടാട്ടോ, മതിലിനോട് ചേർന്ന് തന്നെ ഞങ്ങൾ പുൽക്കൂട് വെക്കണേ. അപ്പം അവിടെ ഒരു ചെറിയ മല പോലെയൊക്കെ സെറ്റ് ചെയ്യാന്ന് അങ്ങനെ ഒരു കുറച്ച് ഐഡിയാസ് ഒക്കെ ഏട്ടനുണ്ട്. അപ്പം അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പം പിന്നെ ഞങ്ങൾ മേലിട്ടുള്ള പണിയൊക്കെ ചെയ്യാന്ന് ഓർത്തത് എടുത്തിട്ട് എൻ്റെ മേലിലൊക്കെ കെട്ടുക കേട്ടോ. അപ്പം ഇനി അതിലാണ് ബാക്കി വർക്ക് ചെയ്യാൻ. അപ്പം മേലിൽ ഈ അടക്കമരത്തിൻ്റെ ഓലയുണ്ടല്ലോ, അതുകൊണ്ട് സെറ്റ് ചെയ്യാന്ന് ഓർത്ത്. അപ്പം അത് വീട്ടിലുണ്ട് അടക്കമരമൊക്കെ. അപ്പം അവിടെ നിന്ന് പോയി അതൊക്കെ വലിച്ചു കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പം അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാന്ന് പറഞ്ഞ് പണ്ടത്തെ വീടൊക്കെ കണ്ടല്ലോ അതുപോലെ. അപ്പം അങ്ങനെ ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഇച്ചിരി നേരത്തെ നല്ല മെനക്കെട്ട പണിയാണ്, കുറച്ചധികം നേരം പിടിച്ചു. ഓരോ പീസായിട്ട് ഒട്ടിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഇനി അപ്പുറത്തെ സൈഡും കൂടി ചെയ്യണം. അപ്പുറത്തെ സൈഡും കൂടി ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ പണി കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ഏകദേശം ഒരു രൂപമൊക്കെ ഇതുപോലെ ഇരിക്കും. അപ്പം പിന്നെ ഏട്ടൻ അപ്പുറത്തെ സൈഡ് ഒട്ടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവിടെയൊക്കെ മണ്ണിട്ട് ഞാൻ പറഞ്ഞില്ലേ മല പോലെ ആക്കുമെന്ന്. അപ്പം ഇത് ആദ്യം മല പോലെ ആക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് ഒട്ടിക്കാൻ എടുത്തത്. അപ്പം മല പോലെയൊക്കെ ആക്കി വെച്ചിട്ട് വേണം ബാക്കി കംപ്ലീറ്റ് ചെയ്തങ്ങ് വെക്കാൻ. അപ്പം ഇത് ഞാൻ മറന്നുപോയി, ഇടയിൽ കയറ്റിയതാ ഈ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ വെച്ചിട്ടോ. അപ്പോൾ കണ്ട മല പോലെയൊക്കെ ആക്കി മണ്ണൊക്കെ നിരത്തി വഴിയൊക്കെ ഉണ്ടാക്കി പുറകിലൊക്കെ കുഞ്ഞു കുഞ്ഞു